കണ്ടിരുന്നോ സുരേഷ് ഗോപിനെ? മോദിയെ കണ്ടോ? മോദിനെ കണ്ടു. എന്താണ് സുരേഷ് ഗോപിയെ പറ്റിയുടെ അഭിപ്രായം? എനിക്ക് വലിയ നല്ല അഭിപ്രായമാണ്. 16 വർഷം മുന്നേ ശബരിമലയ്ക്ക് നടന്നു പോയിപ്പോ ഞാൻ ഓല വീട്ടിലാ താമസിക്കുന്നത്. അമ്മ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഇപ്പൊ എന്താ മോനെ ഇത് ഞങ്ങൾക്കുള്ളതല്ലേ? അപ്പൊ എനിക്കൊന്നുമില്ല ഉണ്ണിയെന്ന് ചോദിച്ചു. സ്വാമിയെന്ന് ഒരു പ്രാവശ്യം വിളിച്ചോളോ. അപ്പൊ പറഞ്ഞു ഈ കരിമല വയസ്സുകാലത്ത് കയറാൻ പാടില്ല, ചെറുപ്പക്കാർക്ക് ഞങ്ങൾക്കുള്ളതാണ്. അന്ന് കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ മോൻ ചോദിച്ചാൽ എന്താ വേണ്ടതെന്ന്. ഞാൻ വീടില്ല എന്ന് പറഞ്ഞില്ല, ചോദിച്ചില്ല. എനിക്ക് അവൻ ഈശ്വരനാ എൻ്റെ മോൻ, അല്ലാണ്ട് അവൻ പാർട്ടിയല്ല നടനുമല്ല. പരനാരിനെ തല്ലി ഒടിപ്പിച്ചിട്ട് എൻ്റെ മോൻ ഒന്ന് ജയിച്ചു പോരണം. ഈ പരനാരി എന്ന് പറഞ്ഞ പിണറായി എന്റെ ഉണ്ണേ 11 വയസ്സിൽ ഞാൻ ചെങ്കൊടി പിടിക്കുന്നത് എന്റെ ഇരിഞ്ഞാലക്കൂടെ എന്റെ നാട്. എല്ലാ മന്ത്രിമാരും ഉണ്ടായി, ഇങ്ങനെ ഒരു പരനാരി ഉണ്ടായിട്ടില്ല. IMS നായനാര്, സഖാവ് അച്യുതമേനോൻ, KVK വാര്യര്, അച്യുതാനന്ദൻ, അവരൊക്കെ മന്ത്രിമാരായിരുന്നു. ഞാൻ ഈ ഒരു വോട്ടാ മാറിയിട്ടുള്ളൂ. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസൊക്കെ അറിഞ്ഞിരുന്നു? പിന്നെ ഞങ്ങളുടെ അടുത്തല്ലേ. ലോകം അവിടെ തന്നെയല്ല, കുട്ടല്ലൂർ അവിടെ ഇവിടെ ഇവരെ ഒക്കെ ഉണ്ട്. പാവങ്ങളൊക്കെ സുരേഷ് ഗോപി വോട്ട് ചെയ്യും. പിന്നെ ഞാൻ നടന്ന് ഒറ്റയ്ക്ക് ഓരോ വോട്ട് ചോദിക്കുക. അമ്മക്ക് 80 വയസ്സായി. ഞാൻ 15 വയസ്സിൽ കള്ളോട്ട് ചെയ്യിപ്പിച്ചു കമ്മ്യൂണിസ്റ്റുകാർ പഞ്ചായത്ത് വോട്ട് അമ്മനെ കൊണ്ട്. താൽച്ചെയ്യുന്നുണ്ട്, ഉയരുണ്ട്. കല്യാണം 15 വയസ്സിലാ. ഇവിടെ അടുത്ത് സ്കൂളിൽ തൊട്ടുക, നീ വേഗം പോയി വോട്ട് ചെയ്തു പാടി എന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ചെയ്തിട്ടുണ്ട്. ഈ അവരെ ആ ഒരു പാർട്ടി വിട്ട് പോരാൻ കാരണം എന്താ? അവരെ നാറി ഭരണം കാറ്റ് മുടിപ്പിക്കുന്ന പട്ടിയാ അവര്. എനിക്ക് അതിലൊരു ഇഷ്ടമുള്ള ഒരാളുണ്ട്, രവീന്ദ്രൻ മാഷ്. അതിന് ഞാൻ കുറ്റം പറയില്ല. അത് പാർട്ടി നോക്കുന്ന ആളല്ല. പിണറായി വിജയനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ്. നാറി, ഞാൻ പരനാറി എന്ന് പറയുള്ളൂ.